സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ് ചാനലുകളെല്ലാം ദിലീപിൻ്റെ വിഷയത്തിലെ വിധിയുടെ കാര്യത്തെപ്പറ്റിയായിരുന്നു. ഇപ്പോൾ ആരും ദിലീപിനെ കുറ്റവിമുക്തനാക്കി. അതിനു മുമ്പ് ദിലീപ് 8-ാം പ്രതിയോ മറ്റോ അതിനു മുമ്പുള്ള 6-ാം പ്രതികളെയോ ഒക്കെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം, ദിലീപ് തീർച്ചയായിട്ടും കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൾസർ സുനിയേയും ഒക്കെ കൊട്ടേഷൻ കൊടുത്ത് ഇതാരാണ് ഈ ഈ നടിയെ ആക്രമിക്കാനായിട്ട് വിട്ടത് എന്നുള്ള ഒരു കാര്യം കൂടെ ഈ കോടതി പറയാനൊക്കത്തില്ല. കോടതിയുടെ മുമ്പിൽ തെളിവുണ്ടെങ്കിലേ പറയാനൊക്കത്തുള്ളൂ. അതുകൂടെ ഒന്ന് അറിയേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അറിയത്തില്ല. ഇവരെ ശിക്ഷിച്ചു, അവരെ ആര് വിട്ടോ അതൊന്നും അറിയത്തില്ല. ദിലീപ് കുറ്റവിമുക്തനായി, നല്ല കാര്യം. അപ്പോഴത്തേനാണ് ഇനിയും അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം. പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല തൽക്കാലത്തേന്. ഇപ്പോൾ നാളെ പുള്ളി ചിലപ്പോൾ പത്തനംതിട്ട പ്രചരണത്തിൽ തന്നെ വരും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം. അപ്പം നമ്മൾ ഈ എന്താ പറയുന്നത്, ഇവിടെ ഇരുന്ന് നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ജഡ്ജി ഒരു കൊലപാതകം കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ഈ കൊലപാതകത്തിലെ പ്രതിയെക്കെതിരായിട്ടൊരു വിധി നടത്താനൊക്കത്തില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിവുകളാണ് വേണ്ടത്. ആ തെളിവുകൾ കൊടുക്കാനായിട്ട് ഉള്ളതാരാ? പോലീസുകാരാണ്. ഭരിക്കുന്ന ആൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾക്കാരെ അവരെ നയിക്കുന്നവരെ അവരുടെ പോലീസുകാരാണ്. ഈ തെളിവുകൾ ഈ തെളിവുകൾക്കകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രതികളൊക്കെ നിസ്സാരമായിട്ട് രക്ഷപ്പെട്ടു പോകും. ഇത് ഏത് കേസിലെ പ്രതികളും രക്ഷപ്പെടാനായിട്ട് ഇത് സാധിക്കും. അല്ലാതെ എല്ലാവരും എന്താ പറയുന്നത്, ജഡ്ജിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ എല്ലാവരും പോയി വോട്ട് ചെയ്യുക. വോട്ടവകാശം ആരും നിഷേധിക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.